ഇന്നത്തെ ബിസി ലൈഫിൽ ഈ ഡിവോഷണൽ സോങ്ങിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്? കാരണം യങ് ജനറേഷൻ കുട്ടികൾക്ക് ജീസസിനെ കണക്ട് ചെയ്യാനുള്ളൊരു ഇത് എത്രമാത്രം സഹായിക്കുമായിരുന്നു? അവരെ നിയന്ത്രിക്കുന്ന പറഞ്ഞാലേ ഇപ്പം സ്വാഭാവികമായും ഈ കാലഘട്ടത്തിലെ യങ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നല്ല ശതമാനവും IT AI ഫോർമുലയാണ് അവരെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നതേ. അതൊരു വലിയ വെല്ലുവിളിയാണ്. കാരണം ആ തലം നമ്മുടെ ഈ നോളജ് വിസ്ഡം രണ്ടും രണ്ട് തലമാണ്. ഈ വിസ്ഡം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് തലത്തിലും ഏതിനെയും സ്വായത്തമാക്കാൻ പറ്റും, അതിൽ വിജയിക്കാൻ പറ്റും. നോളജ് മാത്രമാകുമ്പോഴല്ലോ അത് സംശീകരിക്കാൻ പറ്റും, പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായി പ്രഷറാകും. എന്നാൽ ഈ അതാണ് ജ്ഞാനവും അറിവും രണ്ടാണ്. ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഉന്നതമാണ്, അവിടെ നിന്ന് ലഭ്യമാണെന്ന്. അറിവെന്ന് പറഞ്ഞ് ഇവിടെ നിന്നുള്ള കാര്യമാണ്. ഈ ജ്ഞാനം സംഭരിച്ച് അതും അതിൽ നിന്നുകൊണ്ട് തന്നെ ഈ അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ക്രമാനുക്രമമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഇന്നത്തെ സംഭവിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് ആധികാരികമെന്ന് പറയാമെങ്കിൽ അറിയില്ലേ പോലും, ഞാനൊരു അപ്പനാണ്. അപ്പം എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ നോളജിൻ്റെ ഗ്രാഫ് കൂടുതൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വിശ്വാസപരമായും പ്രാർത്ഥനാപരമായും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡെവോഷണൽ സോങ്ങുകളൊക്കെ കേൾക്കാനുള്ള സമയമില്ല, അല്ലെങ്കിൽ അതൊക്കെ അവരെ ഏശാതെ പോകും. ചിലപ്പോൾ അതെന്നെ പാട്ടാണ്. സോഷ്യൽ മീഡിയ അതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ യാത്രാവേളകളിലൊക്കെ ഈ പാട്ട് എവിടെയെങ്കിലും ഒന്ന് സ്പാർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അവർക്ക് അത് അങ്ങനെയല്ലാതെ അതികവിഞ്ഞൊന്നും നമുക്ക് ഇടിച്ചു കയറി കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ അവരിലേക്ക് ഈ സംഗീതാത്മകത അത് അവരുടെ ശൈലിയിൽ ന്യൂജൻ മോഡലിലുള്ള ഗാനങ്ങൾ ആ രീതിയിൽ ആവിഷ്കരിച്ചാൽ അവർ ഒരു പക്ഷേ അത് ശ്രദ്ധിച്ചിരിക്കും. ആ രീതിയിലാണ് ഇനിയിപ്പോൾ ഒരു മാർഗമുള്ളൂ അവർ അതിലേക്ക് ആ ശൈലിയിലേക്ക്. ഇപ്പം സാധാരണ തലത്തിൽ നിന്ന് സംഗീതത്തിന് നമ്മുടെ ഒരു ആത്മീയ ഗാനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഭക്തിഗാനത്തിന് ഡെവോഷണൽ സോങ്ങിന് അതിൻ്റേതായ ഒരു കെട്ടും മട്ടും തലമുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് അവരെ തേടിയെത്തി അവരുടെ ശൈലിയിൽ ആ പാട്ട് അപ്ലൈ ചെയ്താൽ ഒരു പക്ഷേ അവർക്കത് സംശീകരിക്കാൻ പറ്റും.